റഷ്യയിലേക്ക് എത്തിയ ഒരു കപ്പൽ, ആ കപ്പലിന്റെ അടിത്തട്ടിൽ മൈനുകൾ പതിപ്പിച്ചിരിക്കുന്നു. അതായത് ഏത് നിമിഷവും റഷ്യൻ തുറമുഖത്ത് പൊട്ടിത്തെറിച്ച് ഉണ്ടാകാവുന്ന അപകടം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലൊരു അപകടം 2025 കൊയില എന്ന് പറയുന്ന എണ്ണ ടാങ്കറിനടിയിലും ഇത്തരത്തിൽ മൈനുകൾ സ്ഥാപിച്ചുകൊണ്ടൊരു പൊട്ടിത്തെറി. പക്ഷെ അത് തുറമുഖത്തിലായിരുന്നില്ല, കടലിൽ തന്നെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. 4ഓളം കപ്പലുകളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് റഷ്യ പറയുന്നു. ഇപ്പോൾ ഇതാ ബെൽജിയത്തിൽ നിന്നും ബാൾട്ടിക് കടലിലെ ഉസ്റ്റാലോക് തുറമുഖത്തെത്തിയ അവിടെ നങ്കൂരമിട്ട അർഹീനിയൻ എന്ന് പറയുന്ന ഒരു ബെൽജിയത്തിന്റെ ഒരു കപ്പൽ, ആ കപ്പലിന്റെ അടിത്തട്ട് പരിശോധിക്കുമ്പോഴാണ് അതിൽ മൈനുകൾ പാകിയിരിക്കുന്നതായി അല്ലെങ്കിൽ മൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി റഷ്യൻ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അവർ പറയുന്നത് ഏതായാലും ഇത് റഷ്യൻ സമുദ്രാതിർത്തിയിൽ വെച്ചിട്ടല്ല ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ മൈനുകൾ നാറ്റോ രാജ്യങ്ങൾ നിർമ്മിച്ചവയാണ് എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. ഏതായാലും നാറ്റോ രാജ്യങ്ങൾ ഇത് നിഷേധിച്ചിട്ടുമുണ്ട്. ഏതായാലും മൈനുകൾ പാകിക്കൊണ്ട് അല്ലെങ്കിൽ മൈനുകൾ പതിപ്പിച്ച എണ്ണ ടാങ്കറുകൾ റഷ്യൻ തുറമുഖത്തേക്ക് എത്തുന്നത് റഷ്യയുടെ തുറമുഖത്തെ നശിപ്പിക്കുവാനും വലിയ സ്ഫോടനങ്ങൾ നടത്തുവാനും വേണ്ടിയിട്ടാണ് എന്ന് റഷ്യ പറയുന്നു. ഇതിൽ കൂടുതൽ കരുതലെടുക്കാൻ പറയുന്നു. ഇതോടുകൂടി തന്നെ നാറ്റോയും റഷ്യയും തമ്മിൽ കടലിൽ ഒരു യുദ്ധമുഖം തുറന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സംഘർഷം കരയിലായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പോഴത് മാറി കടലിലേക്ക് മാറുന്നു. റഷ്യയിലേക്ക് വരുന്ന എണ്ണ ടാങ്കറുകളും മറ്റുമൊക്കെ മൈനുകളും മറ്റും പതിപ്പിച്ചുകൊണ്ട് റഷ്യയുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള നാറ്റോ രാജ്യത്തിന്റെ ബുദ്ധിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് റഷ്യ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.